ഒരുത്തിന് വിശപ്പ് വന്നു കഴിക്കാനില്ലാതെ വരുന്ന ഒരാൾ അടിമയായി പോകും. കാരണം ആരുടെ മുമ്പിൽ പോയി തൊഴുതാലാണ് വിശപ്പ് മാറുമെന്ന് വരുമ്പം അവൻ സറണ്ടർ ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല അവൻ്റെ മുമ്പിൽ. കാരണം ഇതാണ് അടിമത്തം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ഇവിടെ രാജ്യം ഒരു കാലത്ത് അരിയും ഗോതമ്പും ഒക്കെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു രാജ്യമാണ്. ഭക്ഷ്യദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഈ ഭക്ഷ്യദാരിദ്ര്യമാണ് അടിമത്തം ഉണ്ടാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഭൂസ്വത്തുള്ള ജന്മിമാർക്ക് മാത്രമേ ആഹാരം ആവശ്യത്തിന് കിട്ടുന്നുള്ളൂ. ഒരുത്തിന് വിശപ്പ് വന്നു കഴിക്കാനില്ലാതെ വരുന്ന ഒരാൾ അടിമയായി പോകും. കാരണം ആരുടെ മുമ്പിൽ പോയി തൊഴുതാലാണ് വിശപ്പ് മാറുമെന്ന് വരുമ്പം അവൻ സറണ്ടർ ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല അവൻ്റെ മുമ്പിൽ. കാരണം ഇതാണ് അടിമത്തം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഭൂസ്വത്തുള്ള ഏതാനും കുറേ ആൾക്കാരുടെയും മാത്രം ആഹാര സാധനം വന്ന് ഒരു വില കൂടാൻ വേണ്ടി പൂഴ്ത്തി വെക്കുക. അപ്പോൾ അടിമകളെപ്പോലെ ആൾക്കാരെ ആക്കാൻ പറ്റും. കാരണം വിശപ്പെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സഹിക്കാൻ ബാക്കി ഏതിനേക്കാൾ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഇതില്ലാത്തവനെ സംബന്ധിച്ച്, ഭൂമിയില്ലാത്തവനെ സംബന്ധിച്ച് എവിടെ പോയി കൃഷി ചെയ്തിട്ട് എവിടെ എങ്ങനെ ആഹാരം കഴിക്കാനുണ്ടാകുന്നത്? ഇത് വന്നതാണ് അടിമത്തത്തിൻ്റെ കാരണം.